ഹലോ, അസ്സലാമു അലൈക്കും. നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഓർഡർ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര അധികം മാവ് കുഴയ്ക്കുന്നത്. ഒരു 2 kg പൗഡറിൻ്റെ റൈസ് പൗഡറിൻ്റെ മാവാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ പത്തിരിക്ക് മുറിച്ചെടുക്കുന്നത്. കാരണം എന്ത് ചെയ്യുകയാണെങ്കിലും അത് കുറച്ച് എളുപ്പമായിട്ടുള്ള രീതി ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. പിന്നെ അതിങ്ങനെ ഉരുട്ടി എടുക്കുന്നതിന് നല്ല, പിന്നെ ഒരുപോലത്തെ ഈവൻ ആയിട്ടുള്ള സൈസ് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടും കേട്ടോ. അങ്ങനെ മാവ് മുഴുവൻ കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വലിയ സൈസായിട്ടാണ് ബോൾസ് ഉണ്ടാക്കുന്നത്, കാരണം നമ്മൾ സെയിൽ ചെയ്യുന്ന സംഭവം അല്ലേ. അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസക്ക്, അവർ തരുന്ന പൈസക്ക് വൃത്തിയായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ആ ബോൾസ് ഓരോന്നോരോന്ന് എനിക്ക് ഇങ്ങനെ പരത്തി ഇട്ട് തരുന്നുണ്ട് കേട്ടോ പ്രസ്സിൽ. അതിനിങ്ങനെ മുഴുവൻ പരത്തിയിടും. ഞാനൊരു സൈഡിൽ നിന്ന് എന്തെങ്കിലും പരത്തിയെടുക്കും. അതാണ് എൻ്റെ ഒരു സ്റ്റൈല്. കാരണം എനിക്ക് എല്ലാം എളുപ്പത്തിൽ കഴിയണം. പിന്നെ ഈ ഒരു രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നൈസായിട്ടുള്ള പത്തിരി കിട്ടും കേട്ടോ. നല്ല നൈസായിട്ടുള്ള, നല്ല പരന്ന് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഒരു സൈസിലുള്ള പത്തിരി കിട്ടും. പണ്ടേ ഞാനിങ്ങനെ കേട്ടോ പരത്ത്. ആ സമയത്തൊക്കെ വീട്ടിലുള്ള എല്ലാവരും കളിയാക്കിയായിരുന്നു. പിന്നെ പക്ഷെ അത് എനിക്കിപ്പോൾ ഒരു വരുമാന മാർഗമായി. പിന്നെ ഞാനിതിൽ കൂടുതലായിട്ട് റെസിപ്പി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇപ്പം നോമ്പായതുകൊണ്ട് എനിക്ക് നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നു, നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളൂ. പിന്നെ കുറേ സമയമെടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണിത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ സ്പീഡിലങ്ങ് കാണിച്ചു പോകുന്നു എന്നുള്ളൂ. അങ്ങനെ പത്തിരികൾ മുഴുവൻ പരത്തി. ഇനി നെക്സ്റ്റ് ചിക്കൻ കറി വെക്കണം. ചിക്കൻ തേങ്ങ അരച്ചിട്ടുള്ളതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. ഓൾറെഡി മസാലകളും ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ കുക്കറിലുണ്ടായിരുന്നു. അതിനെ ഉരുളിയിലേക്ക് തട്ടിയിട്ട് തേങ്ങ അരച്ചത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എരിവ് കുറവായി തോന്നി. അതുകൊണ്ട് ഞാൻ ഉള്ളി ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത്, വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ചൊരു മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ പുറത്തേക്ക് കൊടുക്കണമല്ലേ, അപ്പോൾ കുറച്ച് എരിവ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് 3-4 ടീസ്പൂണ് മുളക് പൊടിയും ഒക്കെ പിന്നെയും ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കരിയാതെ നോക്കണം കേട്ടോ. ഒരു ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ. പിന്നെ മേമ്പൊടിയായിട്ട് എൻ്റെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട് കേട്ടോ, അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ചുകൂടി ചിക്കൻ മസാലയൊക്കെ ഇട്ട് കറി നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. 2 പാൻ വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഇന്ന് പിന്നെ ബൾക്ക് ഓർഡേഴ്സ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഗ്യാസ് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ ഗീ റൈസ് സെറ്റ് ആകുന്നുണ്ട്. വലിയ കുക്കറാണ്, ആ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ഗീ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. ഒന്ന് തീർന്നിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ. നോമ്പുമാണ്, എല്ലാം ഒരേ സമയത്ത് ആവാൻ വേണം. പിന്നെ പെട്ടെന്ന് തന്നെ ഡെലിവറിയും ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പെട്ടെന്ന് ഒരുമിച്ചാണ് എല്ലാ പണികളും എടുക്കുന്നത്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്കിംഗ് ആണ് കേട്ടോ വലിയൊരു ടാസ്ക്. ഓർഡേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് പിന്നെ ആൾക്കാരുടെ പേരൊക്കെ എഴുതി എല്ലാം ചെയ്ത് വേണം കൊടുക്കാൻ. അപ്പം അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക്. കുക്ക് ചെയ്യുന്നൊരു ടാസ്കേ ആയിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ പത്തിരി ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഗീ റൈസും നല്ല സെറ്റായിട്ടുണ്ട്. 2 kg റൈസ് മാത്രമാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിനുള്ളത് മതി. അത്ര ഞാൻ പറഞ്ഞില്ലേ, അത്ര ഓർഡർ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ പത്തിരികൾ മുഴുവനായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഗീ റൈസും റെഡി ആയിട്ടുണ്ട്, പത്തിരിയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കറിയും നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കറിയിൽ പിന്നെ ഞാൻ വിളമ്പുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു ഫ്ലേവർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് പാക്കിങ് മടിയാണെങ്കിലും എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് പാക്കിങ് നടക്കുന്നത്. തകൃതിയായിട്ട് പാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. 10-12 പാക്ക് ഗീ റൈസും അതുപോലെ പത്തിരി വേറെയും ഫ്രൈഡ് സ്നാക്സ് ഒരുമിച്ചായതുകൊണ്ട് അതങ്ങ് പോയി. പിന്നെ അങ്ങനെ എല്ലാം അളന്ന്, ഒരു അളവാണല്ലോ, എല്ലാം ഒരു അളവിന് കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് പത്തിരി മാത്രം വേണ്ടവരുണ്ടായിരുന്നു, ഗീ റൈസും പത്തിരിയും കോംബോ വേണ്ടവരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. കുറേ ഞാൻ പാക്ക് ചെയ്ത്. പിന്നെ മോന് റബ്ബർ ബാൻഡ് കൊണ്ട് ടൈ ചെയ്യാൻ വന്നു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്,
ഋഷിക്കും ലാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് സെറ്റാക്കി തന്നു കേട്ടോ. അങ്ങനെ ഈ രണ്ടാമത്തെ നോമ്പിൻ്റെ നമ്മൾ ആദ്യത്തെ ഇഫ്താർ ഓർഡേഴ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നേ. കഴിഞ്ഞ തവണയൊക്കെ ഇതുപോലെ കുറേ പ്രാവശ്യം മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, കൊടുത്തൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരേ ഐറ്റംസ് മാത്രം ആക്കാമെന്ന് വിചാരിച്ചു. കാരണം കസ്റ്റമർക്ക് കിട്ടുന്നത് ഡെലിവറി ചെയ്യാൻ പോകുന്ന ആൾ മാറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ സീനാവും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരൊറ്റ കോംബോ ഓരോ ദിവസം ഓരോന്ന് മാത്രം ആക്കാം, എന്നങ്ങനെ ആകുമ്പം മാറിപ്പോകില്ലല്ലോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം ഇത് കൊണ്ടുപോകലാണ് കേട്ടോ. കൊണ്ടുപോകാൻ നമ്മളെ ഷോപ്പിൽ നിന്ന് ആൾ വരുന്നുണ്ട്, അവർ വന്നിട്ട് എടുത്തിട്ട് പോകും. ഗീ റൈസ് ഇന്ന് വീട്ടിലേക്ക് ഒട്ടും എടുത്തില്ല കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ പറ്റ തീർന്നിട്ടുണ്ടായി. അങ്ങനെ ഇന്നെല്ലാം വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് വിംസ് ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അതിനിടയിൽ എനിക്കൊരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു, ഞാനതിന് പോയി. ആ സമയം പിന്നെ ഋഷിക്കും മക്കളും കൂടിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത്. ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് അവർ കൊണ്ടുപോയി. അതിനിടയിൽ വന്ന കേക്കിൻ്റെ വീഡിയോ പോയിട്ടൊരു ഫോട്ടോ വരെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നോമ്പിൻ്റെ സമയത്ത് ഈ ഒരു തിരക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല. എന്തായാലും സാരില്ല, നാളെ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.